ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം, അവർ കിതാബ് മുത്താല ചെയ്യാൻ എല്ലാ സമയവും ഉപയോഗപ്പെടുത്തും. ഒരൊറ്റ സമയം അവരുടെ കയ്യിൽ കിതാബ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. വഴിയിലൂടെ നടന്നു പോകുമ്പോഴും കിതാബ് നോക്കും. അങ്ങനെ ഒരു ദിവസം കിതാബ് നോക്കിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ജീവി വന്ന് കുത്തി. മഹാൻ നേരെ ഒരു കിണറിൽ വീണുപോയി. സാരമായി പരിക്കേറ്റു. പരിസരത്തുള്ള ആൾക്കാർ മഹാനെ പിടിച്ച് രക്ഷപ്പെടുത്തി. പിറ്റേന്ന് തന്നെ ഇന്നലെ വീണതിന്റെ പരിക്കിൽ മരണപ്പെടുകയും ചെയ്തു. നമുക്കതിന് സാധ്യതയൊക്കെ ഉണ്ട്. മൊബൈലൊക്കെ ഇട്ടിട്ട് അട്ടം നോക്കി നടന്നാൽ മതി. ഏതെങ്കിലും കുഴിയിൽ വീണിട്ടുണ്ടാവും. കേബിളൊക്കെ കുഴിക്കാനേ റോഡ് പണിയൊക്കെ നടക്കണ്ടല്ലേ. ഏകജാലകം വഴി ജാമിയത്തുൽ ഹിന്ദിന്റെ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാല മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ആലിമീങ്ങളാക്കണം എന്നതുകൂടി പറയുന്നതിന്റെ താല്പര്യമുണ്ട്. ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വസായിലുൽ വുസൂൽ ഇലാ ശമാഇലിർ റസൂൽ എന്ന ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനമുണ്ട്, ഒരു വിശദീകരണ ഗ്രന്ഥം. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? മുൻതഹസ്സൂൽ എന്നാണ് ആ കിതാബിന്റെ പേര്. മുൻതഹസ്സൂൽ. ആ കിതാബ് 25 കൊല്ലം എടുത്തിട്ടാണ് ആ കിതാബ് എഴുതി പൂർത്തിയാക്കിയത്. 25 വർഷം കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ ഇമാമിന്റെ ഒക്കെ ഒരു ജീവിതം. യൂസുഫ് സ്വാലിഹി ഷാമി റഹിമഹുല്ലാ സുബുലുൽ ഹദാ വർ റഷാദ് എന്ന പ്രൗഢമായ നബിചരിത്രം പറയുന്ന കിതാബ് എഴുതി വെച്ചേക്കുന്നത് 1000 കിതാബുകൾ നോക്കി തീർത്തിട്ടാ. 1000 കിതാബുകൾ നോക്കി അതിലെ വിവരങ്ങൾ ആറ്റിക്കുറിച്ചതാണ് സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന കിതാബ്. 6 മാസം കൊണ്ട് ബിരുദം കിട്ടുമെന്ന് തേടി പുറപ്പെടുന്ന പുതിയ കാലത്ത് ഇതൊക്കെ ഒന്ന് കേൾക്കണം, നല്ലതാ. മകനോ മകൾക്കോ ബിരുദദാന ചടങ്ങ് ഉണ്ട് എന്ന് കരുതി ഉപ്പയും കൂടി പോയപ്പോൾ ഉപ്പാക്കും ബിരുദം കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് ഉപ്പാക്കും ബിരുദം കിട്ടും. ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ വെഹിക്കിലേക്ക് കൂടി നടന്നാൽ QR കോഡ് സ്കാൻ ചെയ്ത പോലെ ബിരുദം തടഞ്ഞു വീഴുന്ന കാലമായിപ്പോ. മതം ഒതന്റിക്ക് പഠിക്കണതിന് പകരം എവിടെന്നെങ്കിലൊക്കെ പഠനം നിർത്തിയവർക്കൊക്കെ 2 ക്ലാസ്സിന് ഇരിക്കുമ്പോഴേക്ക് ബിരുദം കൊടുക്കാനുള്ള അല്ല ബിരുദം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു. കൂടുതൽ കൂടുതൽ പഠിക്കണം. നമ്മൾ ബിരുദം എടുക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒരു അംഗീകാരമായി കാണുന്നതിന് പകരം സനദ് ദാന പ്രഭാഷണങ്ങളിലെല്ലാം ഉസ്താദുമാര് പറയാറുണ്ടല്ലോ, കിതാബ് നോക്കാനുള്ള പെർമിഷൻ ഇതാ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അത് അന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഹ്യാ ഉലൂമുദ്ദീന്റെ മുസന്നിഫും ഔലിയാക്കളുടെ നേതാവുമായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എങ്ങനെയാ വഫാത്താവുന്നത്? മഹാനവറുകൾ വഫാത്താവുന്നത് കുളിച്ച് വൃത്തിയായി കഫം പുട വിരിച്ച് അതിലിരുന്ന് സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് എടുത്ത് അതിങ്ങനെ പാരായണം ചെയ്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് അവിടെ കടന്നു വഫാത്തായി എന്ന് പറഞ്ഞാൽ അസ്രായീൽ അലൈഹി സ്വലാമിനെ ഒരു മിസ് കോൾ അടിച്ച് വിളിച്ചു വരുത്തുന്ന പോലെയാണ് മഹാനവറുകളുടെ വഫാത്ത്. എന്തേ അങ്ങനെ വഫാത്താവാൻ കാരണം? ഇത്രയെല്ലാം അത്യുന്നത നിലയിലെത്തിയിട്ടും ഗസാലി ഇമാമിന് അങ്ങനെ വഫാത്താവാനുള്ള പൂതി എന്താ? ഒരു മുത്തഅല്ലിമായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയണം. അത് തന്നെ അതിന്റെ കാരണം. കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ വഫാത്തായ മഹാന്മാരെ കുറിച്ച് ഒരു കിതാബ് തന്നെ ഉണ്ട്. 100 കണക്കിന് ഇമാമിങ്ങളെ പറയുന്ന കിതാബ്. അവരുടെ ജീവിതം തന്നെ ഇൽമാണ്. ഒരു മഹാൻ കല്യാണം കഴിച്ച ആദ്യത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് പോവാ. ആദ്യ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രി ആയിരിക്കുമല്ലോ ആദ്യ രാത്രി. അങ്ങനെ ഭാര്യ ഉള്ള റൂമിലേക്ക് പോകുമ്പോൾ റൂമിന്റെ പുറത്ത് മേശപ്പുറത്ത് ഒരു കിതാബ് കണ്ടു. അത്യാവശ്യം തടിയുണ്ട് ആ കിതാബ്. അതെടുത്തിട്ട് കുറച്ച് ഇപ്പുറത്ത് ഇരുന്നിട്ട് നോക്കാൻ തുടങ്ങി. അതിന്റെ രസം കൊണ്ട് നോക്കി 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 സുബിഹ് വരെ കിതാബ് നോക്കി. വനസിയ സൗജത്തഹു, ഭാര്യനെ മറന്നുപോയി. 1ാമത്തെ രാത്രി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വഫാത്താവുന്ന മഹാന്മാരോട് നിങ്ങൾ എന്താ ആഗ്രഹിക്കണത്? ലാസ്റ്റ് മൊമെന്റ് ആയല്ലോ, എന്തെങ്കിലും പൂതി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും അന്നളറു ഫീ ഹവാശിൽ കുത്തുബ്, കിതാബിന്റെ വ്യാഖ്യാനം ആഖ്യാനം ഒക്കെ ഒന്ന് നോക്കണം എന്ന് പൂതിയുണ്ട്. ലാസ്റ്റ് മൊമെന്റിലും ഉള്ള ആഗ്രഹം കിതാബ് നോക്കണം എന്നാണ്. ഈ മഹാന്മാരൊക്കെ ആഖിറത്തിൽ കിതാബും പിടിച്ചിട്ട് വരുമ്പോ നമുക്ക് എന്തേലും വേണ്ടേ മനുഷ്യന്മാരെ? എന്തേലും വേണ്ടേ? വലാ തകുൻ ഖാമിസാന, ഇൽമുമായി ബന്ധമില്ലാത്ത ആളാവല്ലേ. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. നീ ബിദ്അത്തുകാരനാവല്ലേ എന്നും അതിനർത്ഥമുണ്ട്.
കാരണം ഇൽമില്ലാത്ത ആളാണ് ബിദ്അത്തുകാരനാവുക. ഒരാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ നേരത്തെ ഉള്ള തെളിവാണ് അയാൾ ജീവിതകാലത്ത് കൂടുതൽ ഇൽമു പഠിക്കുക എന്നുള്ളത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് പറയും നോക്കണേ. ഒരാൾ ഈമാൻ ഇല്ലാതെ മരിക്കും എന്നുള്ളതിന്റെ നേരത്തെയുള്ള റെഡ് സിഗ്നലാണ് അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. രണ്ടും ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ എഴുതി വെക്കുന്നുണ്ട്. ഒന്നാമത്തത് പറഞ്ഞത് മിഷ്കാത്തിന്റെ വ്യാഖ്യാനം ഫത്ഹുൽ ഇലാഹ്, രണ്ടാമത്തത് അതേ മഹാന്റെ ഗ്രന്ഥമായ ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥമായ അസ്സവാജിർ എന്ന കിതാബിൽ കാണാം. അപ്പൊ നമ്മളൊക്കെ ഇൽമു പഠിക്കണം. ഇന്നത്തെ ഒരു ദിവസത്തെ സംസാരത്തിൽ ഒതുങ്ങുന്നതിന് പകരം അസ്സുഫ ദർസ് സജീവമാവണം. ഇത് SSFന്റെ സുംബ്ര വാർഷികമാണ്. അത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ സുംബ്ര നടക്കേണ്ട കാലാവധി വെച്ച് കൃത്യമായി സർവ്വ ബ്ലോക്കിലും നടക്കണം. അതിലും ഉണ്ട് ഒരു തഅലീം നോട്ട് വായന. കുറഞ്ഞ നേരം ഇൽമു പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഉമ്മമാർക്ക് നടക്കേണ്ട ക്ലാസ് നടക്കണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ അണ്ടറിലുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61ാമത്തെ വയസ്സിൽ മുത്തല്ലിമാണ് എന്ന് ഓരോ മുസ്ലിം ജമാഅത്തിന്റെ ഉപ്പാപ്പമാരും ആലോചിക്കണം. ഞാൻ പണ്ട് കുറച്ച് കിതാബൊക്കെ ഓതിയിട്ടുണ്ട് എന്ന വർത്താനമൊക്കെ നിർത്തിയിട്ട് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം എന്നതാണ് 61ാമത്തെ വയസ്സിലെ മുത്തല്ലിമിനെ പരിചയപ്പെടുത്തിയതിന്റെ താല്പര്യം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടന്നാൽ 17, 18, 19, 20 തവണയൊക്കെ ഉറക്കത്തിന് ഞെട്ടും. എന്തിന്? പുതിയ ഇൽമു ഓർമ്മ വന്നാൽ അത് എഴുതി വെക്കണമല്ലോ, നാളത്തേക്ക് വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽക്കും. ഒരു രാത്രി 20 തവണയൊക്കെ ഉറക്കത്തിന് ഞെട്ടിയാൽ പിന്നെ ആ രാത്രി എന്തോ ഉറക്കം ഉണ്ടാവുക? അതിന് ഉറങ്ങേണ്ട ലോകം ഇതല്ലല്ലോ, ഉറങ്ങേണ്ട ലോകം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പണിയെടുക്കാനുള്ള ലോകമാണെന്ന് അവർക്കറിയാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു മജ്ലിസിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുന്നു. ഈ ഹദീസ് എവിടെ ഉണ്ട് റബ്ബേ? ഞാൻ കണ്ടില്ലല്ലോ. ആ കാലത്ത് സാധ്യമായ എല്ലാ കിതാബും ഒരുമിച്ച് കൂട്ടി. ഫജുമിഅ ലഹു കുതുബുൻ, എല്ലാ കിതാബും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ കിതാബ് ഇതൊക്കെ ഒന്ന് ഒറ്റയടിക്ക് നോക്കി തീർത്ത് ആ ഹദീസ് കണ്ടെത്തണമെന്ന വിചാരത്തിൽ വാതിലൊക്കെ അടച്ച് ശിഷ്യന്മാരോടൊക്കെ പോകാൻ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഒരാൾ ഒരു കൊട്ട ഈത്തപ്പഴം ഹദിയായിട്ട് കൊടുക്കുന്നത്. അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചു. നോക്കാൻ തുടങ്ങി, കിതാബ് നോക്കാൻ തുടങ്ങി. നോക്കുന്നതിനിടയിൽ ഓരോ ഈത്തപ്പഴം വായിലിട്ട് ചവച്ചിങ്ങനെ തിന്നുന്നുണ്ട്. നോക്കുന്നു, കിതാബ് നോക്കുന്നു, ഈത്തപ്പഴം തിന്നുന്നു. സുബഹിയാകുമ്പോൾ നീണ്ട നേരത്തെ രാത്രിയിൽ കിതാബ് നോക്കിയിട്ട് അവസാനം ഹദീസ് കിട്ടി. ആയിടക്ക് ഒരു കൊട്ട ഈത്തപ്പഴം ഫുള്ളായിട്ട് തിന്ന് തീർന്നുപോയി. അറിയാതെ അങ്ങോട്ട് തിന്നതാ. ഈ ഈത്തപ്പഴം അറിയാതെ തിന്ന് ഓവറായതിൻ്റെ പേരിൽ രോഗം പിടിച്ചു. അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അപ്പോൾ ഒരു ഹദീസിന്റെ ശേഷം റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം അൻ-നൈസാബൂരി റിപ്പോർട്ട് ചെയ്തു എന്ന് വായിക്കുമ്പോൾ ഈ ചരിത്രം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഇമാമിങ്ങളുടെ ഒക്കെ മുന്നിലല്ലേ നമ്മൾ പോകേണ്ടത്? വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ട് 3 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊക്കെ നോക്കി തീർക്കുന്ന മഹാന്മാരാ മുൻഗാമികളായ ഇമാം അസ്നവി, അത് അല്ലെങ്കിൽ ഇമാം ഇസ്നവി റഹിമഹുല്ലാ, ഇമാം ഇബ്നു ദഖീഖ് റഹിമഹുല്ലാ, എത്ര മഹാന്മാരാണ്. അപ്പൊ നമ്മളൊക്കെ ഇൽമിനെ സ്നേഹിക്കണം. ആഖിറത്തിലെത്തുമ്പോൾ പരാജയപ്പെട്ടവരുടെ സൊഫുകൾ നോക്കിയിട്ട് അല്ലാഹു ചോദിക്കും, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ടോ? ഉണ്ടല്ലോ. എന്നാ പിന്നെ വേറൊന്നും നോക്കണ്ട, അവരങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിട്ടേക്ക്. കണ്ടോ, ഇൽമിന് അത്രയും വലിയ പവറാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം? ഇൽമു പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ലോകത്ത് എന്താ ഉള്ളത്? അപ്പൊ എന്റെ മോൻ എന്ത് പഠിക്കുന്നു? BDS പഠിക്കുന്നു. മറ്റേ മോനോ B.Pharm, മോന് CMA, മോളോ മെഡിക്കലിൽ ആയുർവേദിക്കാണ് പഠിക്കുന്നത്. മക്കള് തീർന്നോ? ഒരാൾ കൂടിയുണ്ട്. എന്താ ചെയ്യുന്നത്? +2 കഴിഞ്ഞു. എന്താ പ്ലാൻ? ഓനെ MBBS ആക്കണം എന്നാ വിചാരിക്കണത്. ഓക്കെ, നിങ്ങൾ ഏട്ടൻ്റെ മക്കള് ആകെ ഒറ്റ മോനേ ഉള്ളൂ. ഓനെന്ത് ചെയ്യുന്നു? ഓന് ഇപ്പോൾ സക്കാഫി പഠിക്കുന്നു. സക്കാഫിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പഠിക്കുന്നു? റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് വന്ന ഹദീസുകൾ പഠിക്കുന്നു. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കുന്നു. ഇബ്നു ഹജറയുടെ പേനയിൽ നിന്ന് വന്ന ഇബ്നു ഹജർ തങ്ങളുടെ പേനയിൽ നിന്ന് വന്ന തുഹ്ഫ വായിക്കുന്നു. ഓഹോ, അതിനേക്കാൾ പവർ ലോകത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിനുണ്ടോ? വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം? വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം?
ഇൽമു പഠിക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു സംഗതി ലോകത്ത് എന്തിനാ ഉള്ളത്? ഉണ്ടോ? ഇല്ല. അപ്പോൾ മോനെ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഒഴിവാവലായി, ഞാൻ കുറച്ചു കാലേ പഠിക്കണുള്ളൂ, കുറച്ചേതായാലും ദർസോദട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ഇമാമിങ്ങൾ എഴുതുന്നു. മോനെ, ഇൽമു എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തര സ്വത്താ. അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നിനക്ക് തോന്നരുത്. പൈസ കുറച്ച് കിട്ടിയാൽ എനിക്ക് മതി എന്ന് പറയാം. ഇല്ല, കുറച്ചും കൂടി പോരട്ടെ അല്ലേ, ശമ്പളം കൂട്ടട്ടെ, ആ ഉസ്താദിന്റെ ഇഷ്ടം, ആജിക്കാന്റെ ഇഷ്ടം, ബോസിന്റെ ഇഷ്ടം എന്നല്ലേ പറയാ? അതെ, ഇൽമു മതി എങ്ങനെ തോന്നുന്നു? അമ്പിയാക്കൾ ഇവിടെ ബാക്കി വെച്ചത് ദിർഹമോ ദീനാറോ അല്ല, അവർ ബാക്കി വെച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഉലൂമാണ്, ഇൽമാണ്, അറിവാണ്. അത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നമുക്ക് തോന്നരുത്. നമ്മുടെ മരണം വരെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കണം.